എനിക്കൊരു സന്തോഷമായിട്ട് ഒരു ദിവസം കഴിഞ്ഞ ദിവസം ഉണ്ടായി. മറ്റൊന്നുമില്ല, ഇതെല്ലാവർക്കും സന്തോഷം തരുന്ന കാര്യം തന്നെയാണ്. ഇത് കേൾക്കാൻ എല്ലാവരും ആഗ്രഹിക്കുന്നവരാണ്. അപ്പം അത് ഞാൻ പറയാം. ഞാനും കുഞ്ഞും വാതിൽക്ക് നിൽക്കുകയാണ്. അപ്പം അടുത്തുള്ളൊരു കുട്ടി ഇങ്ങനെ വന്നു അതുവഴി. അപ്പോൾ ഇവൾക്ക് ആ കുട്ടിയെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ മൂന്നോട് സംസാരിച്ചുകൊണ്ട് നിന്നപ്പോഴത്തേക്കും ഒരാൾ അതുവഴി വന്നു. അപ്പം ആളിനെ എനിക്ക് ഇത് ഇന്ന ആളല്ലേ, കാരണം ഞങ്ങൾക്കൊരു കടയുണ്ടെന്ന് പറഞ്ഞില്ല. അപ്പോൾ അവിടെ കട പണിത ആളാണ്, അതായത് കട്ട കെട്ടി പണിയുന്ന ജോലിക്കാരനാണ്. അപ്പം പുള്ളി മീനും കൊണ്ട് പോയതാണ് അവിടെ അടുത്തൊരു വീട്ടിൽ. അപ്പം മനസ്സിലായോ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനോർത്തേ മനസ്സിലായി കാണും. ഞാൻ പറഞ്ഞു അങ്ങനെ മനസ്സിലാകും, കുറേ ദിവസം ഉണ്ടായിരുന്നല്ലോ പണി, അപ്പം അന്ന് കണ്ടതല്ലേ, അതുകൊണ്ട് ഞാൻ മറന്നിട്ടൊന്നുമില്ല. അപ്പം ഞാൻ പൊതുവെ എല്ലാവരോടും സംസാരിക്കും. നമ്മുടെ വീട്ടിൽ പണിക്ക് വരുന്ന എല്ലാവരോടും ഞാൻ സംസാരിക്കും കാര്യം. അപ്പോൾ അങ്ങനെ സംസാരിച്ചിട്ടുള്ളത് എനിക്കറിയാം. അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ എന്നെന്തോ ഉണ്ട്. ഞാൻ പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ പോകുന്നു. അപ്പം പറഞ്ഞു ആളാകെ മാറിപ്പോയല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി അപ്പോൾ അങ്ങനത്തെ ഇങ്ങനെ പറഞ്ഞു. ഞാൻ എന്ന് പറഞ്ഞ് പുള്ളി അങ്ങ് സൈക്കിൾ ചവിട്ടി പോവുകയും ചെയ്തു. അപ്പം എൻ്റെ കൂടെ നിന്ന ആൾ കൊച്ചുണ്ട്. അപ്പം ആൾ 7ൽ പഠിക്കുക, 6 7 പഠിക്കുക. അപ്പം ഞാനവിടെ നിന്നുകൊണ്ട് ആത്മകഥം പോലെ പറഞ്ഞാൽ പണ്ട് ഞാൻ എങ്ങനെ ഇരുന്നായിരുന്നു, അത്യാവശ്യം വണ്ണൊക്കെ ഉണ്ട്, ഇപ്പം ഞാൻ നന്നായിട്ട് ക്ഷീണിച്ചു, കോലം കെട്ടുപോയി എന്ന് ഞാനിങ്ങനെ പറഞ്ഞേ. അപ്പം ഇവളിങ്ങനെ അപ്പം ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കുട്ടി ഇങ്ങനെ സൈക്കിൾ എടുത്തുകൊണ്ട് അങ്ങോട്ട് പോയി. ഞാൻ പറഞ്ഞാൽ ഇതിൽ കൂടുതൽ വേറെ എന്ത് മാറ്റം വരാനാണെന്ന് ഇങ്ങനെ പറഞ്ഞു. കോലം കെട്ടുപോയെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സൈക്കിൾ ചവിട്ടി ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴും പറയാം എന്തൊക്കെയായാലും കാണാൻ സുന്ദരിയാണ് കേട്ടോ എന്ന് പറഞ്ഞേ. ഞാൻ പറഞ്ഞേ കോലം കെട്ടുപോയാലും കാണാൻ സുന്ദരിയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞേ എന്നിട്ട് ഞാൻ പറഞ്ഞേ സൗന്ദര്യത്തിലൊക്കെ എന്ത് കാര്യം, സൗന്ദര്യമാണ് എല്ലായിടത്തും ചില സമയത്ത് പ്രശ്നമായി മാറുന്നത്. സത്യമല്ലേ? സത്യമാണ്, സൗന്ദര്യം പലപ്പോഴും പ്രശ്നമാണ്. അതായത് ഇപ്പോൾ ആ കുട്ടി അങ്ങനെ പറഞ്ഞു, പക്ഷേ അതിൽ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നില്ല. ഞാൻ അങ്ങനെ ഒരു സുന്ദരി ആണ് എന്ന് എനിക്ക് എല്ലാ സമയത്തും തോന്നാറില്ല. ചിലപ്പം തോന്നും കുഴപ്പമില്ല, ഒരു ആവറേജ്. പക്ഷേ എനിക്ക് അധികമായിട്ടുള്ള സൗന്ദര്യം ഉണ്ടെന്ന് ആരും വിചാരിക്കുകയുണ്ട്. ഒരു കണ്ണങ്ങനെ കിട്ടിയത് കൊണ്ട് അത്രയും കൊള്ളാം എന്ന് ഞാൻ ചിന്തിക്കും. പക്ഷേ ഒരു നോർമലായിട്ടുള്ള ഒരാൾക്ക് കേൾക്കുമ്പോൾ ഒരു സന്തോഷം തോന്നുന്നൊരു കാര്യമാണ് ആ കുട്ടി പറഞ്ഞത്, അല്ലേ? ഇപ്പം എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ സുന്ദരിയല്ലെന്ന് കരുതിയാലും മറ്റുള്ള സുന്ദരിയാണ് എന്ന് പറയുമ്പോൾ സുന്ദരിയാണല്ലേ, അപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു കോൺഫിഡൻസ് ലെവൽ കൂടും, അല്ലേ? അപ്പോൾ നിങ്ങളെ കാണാൻ സുന്ദരനാണ് എന്ന് പറയുമ്പോൾ ഇതേ ഫീലാണ്. അപ്പം എന്തോ ആയിക്കൊള്ളട്ടെ, ഓരോരുത്തരുടെയും കാഴ്ചപ്പാടിൽ സൗന്ദര്യത്തിന് ഓരോരോ തലങ്ങളുണ്ടല്ലോ. അപ്പം സൗന്ദര്യം അങ്ങനെ പോട്ടെ. പക്ഷെ സൗന്ദര്യം പലപ്പോഴും ചില സന്ദർഭങ്ങളിലെങ്കിലും പ്രശ്നമായി വരാറുണ്ട്, അല്ലേ? സൗന്ദര്യം ഉള്ളത് കൊണ്ടാണ് എത്രയോ പേരെ ഇല്ലാണ്ടാക്കിയിട്ടുണ്ട് ഓരോ മനുഷ്യർ സൗന്ദര്യത്തിൻ്റെ പേരിൽ. ആ സൗന്ദര്യം സ്വന്തമാക്കാൻ ശ്രമിക്കുന്നു, നടക്കാതെ വരുമ്പം ആ സൗന്ദര്യം ഇല്ലാതാക്കുന്നു, അല്ലേ? ആസിഡ് പ്രയോഗങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണല്ലോ ഓരോരുത്തരോട് ഇഷ്ടം തോന്നുന്നത്. എന്തുമായിക്കൊള്ളട്ടെ, സൗന്ദര്യം എന്ന് പറയുന്നത് ഒരാളെ അളക്കാനുള്ള കാര്യമൊന്നുമല്ല, അതെപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെടാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് സൗന്ദര്യം വലിയൊരു കാര്യമായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. മനസ്സാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ. ഞാൻ ഏറ്റവും കൂടുതൽ ഒരാളെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും അവരുടെ സൗന്ദര്യത്തിലല്ല, അവരുടെ മനസ്സും ഓരോ സന്ദർഭത്തിലും അവരുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളും ഓരോ പ്രതികരണങ്ങളും, ഇതൊക്കെയാണ് എന്നെ സംബന്ധിച്ച് ഒരാളെ വ്യത്യസ്തത. ഞാനതപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും, അങ്ങനെ ചെയ്തത് നന്നായി, അതത് നല്ല കാര്യമാണ്, ഇങ്ങനെ ഞാൻ പറയാറുണ്ട്. പിന്നെ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് എനിക്കിഷ്ടപ്പെടുന്ന ഒരു ഡ്രസ്സ് ഇട്ട് നന്നായിട്ടുണ്ട്, ഡ്രസ്സ് നന്നായിട്ടുണ്ട്, അല്ലെങ്കിൽ ഭംഗിയിട്ടാണ് ഇത് നന്നായിട്ടുണ്ട്, ഇതൊക്കെ ഞാൻ പറയാറുണ്ട്. ഇത് ആരോടായാലും പറയും. കഴിഞ്ഞ ദിവസം എൻ്റെ മാമനിങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നോ പാൻ്റൊക്കെ ഇട്ട് എടുക്കും. ഞാൻ പറഞ്ഞാൽ പാൻ്റ് അടിപൊളിയായിട്ടുണ്ട്, ഷർട്ട് അത്ര പോരാ, ഇത് ഇത്തിരി പ്രായമുള്ളവരുടെ ഷർട്ടാണെന്ന് തോന്നുന്നില്ല, ഇങ്ങനെ പറയും. അപ്പം അവരെന്താണ് ഇനി അടുത്ത പ്രാവശ്യം അതിൽ നന്നായിട്ട് ഒരുങ്ങിയിരിക്കുന്നത്. എൻ്റെ സ്വന്തക്കാരെല്ലാം എപ്പോഴും
പ്രായമുള്ളവരായിട്ട് കാണാൻ എനിക്ക് ഒരിക്കലും ഇഷ്ടമല്ല. ഞാൻ സ്നേഹിക്കുന്നവരെയൊക്കെ എപ്പോഴും ചെറുപ്പമായിട്ടിരിക്കണം. മുടിയൊന്നും നരയ്ക്കാൻ പാടില്ല. എൻ്റെ നരച്ചോട്ടെ, പക്ഷെ അവരുടെ ഒന്നും നരയ്ക്കാൻ പാടില്ല. അവരെപ്പോഴും നല്ല സുന്ദരനും സുന്ദരിയായിട്ടിരിക്കണം. ഇങ്ങനെ ഒരു കാഴ്ചപ്പാട് എനിക്കുണ്ട്. അതുകൊണ്ട് നിങ്ങളൊക്കെ കേൾക്കുന്നവരും കേട്ടോളൂ, നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ ഇരിക്കട്ടെ. മരണം വരുമ്പോൾ നമ്മൾ പോവാം അല്ലേ? ഞാനും ഒരിക്കൽ മരിക്കാനുള്ളതാണ്. ഇടയ്ക്ക് ഞാൻ ചിന്തിക്കാറില്ല എങ്ങനെയായിരിക്കും ഞാൻ മരിക്കുക എന്ന് ചിന്തിക്കാറുണ്ട്. മരണം വരും എന്തായാലും. അതൊരു സമയമാകുമ്പോൾ നമ്മളെ കൊണ്ടുപോകും. അതുവരെ നമ്മളങ്ങോട്ട് എൻജോയ് ചെയ്യുക. അത് മാത്രമേ പറയാനുള്ളൂ. സൗന്ദര്യം ഒരു വലിയ കാര്യമല്ല. സൗന്ദര്യം എന്നാൽ പുറമേ ഉള്ള കാര്യമാണ്. പുറമേ ഉള്ള ലുക്കിലൊന്നുമില്ല. കാണാൻ നല്ല ഭംഗിയായിരിക്കും, കയ്യിലിപ്പോൾ വളരെ മോശമായിരിക്കും. അങ്ങനെയുള്ള ഒരുപാട് മനുഷ്യരുണ്ട്, ആണായാലും പെണ്ണായാലും അല്ലേ? സൗന്ദര്യം അവിടെ മാറ്റി വയ്ക്കട്ടെ. പക്ഷെ കേൾക്കുമ്പോൾ ഒരു സുഖമാണ്. നീ സുന്ദരിയാണ്, നീ സുന്ദരനാന്ന് പറയുമ്പോൾ ഒരു ആത്മവിശ്വാസം കൂടും, ഒരു മനസ്സിനൊരു സന്തോഷം ഉണ്ടാകും. അത്ര മാത്രമേ ഉള്ളൂ. ശരിയല്ലേ?